നാം നേടുന്ന അറിവുകൾ ശരിയുള്ളതാവണം. നമ്മൾ നേടുന്ന അറിവിലെ ശരിയും തെറ്റും വേർതിരിച്ചു തരുന്നവരാണ് ഗുരുക്കന്മാരും ആചാര്യന്മാരും. നല്ലൊരു ഉപദേശത്തിലേക്ക് നമുക്ക് കാതോർക്കാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ജോസഫ് എന്നൊരു വ്യക്തി, അദ്ദേഹം കേരളത്തിലെ ഒരു ബാങ്കിൻ്റെ മാനേജറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവായ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് മരിച്ചു. 2 കൊച്ചുകുട്ടികളാണ്. അപ്പോൾ അവർ ബാങ്കിലെന്തോ ലോണിൻ്റെ കാര്യത്തിനകത്ത് വന്നു. ഇങ്ങനെ തൻ്റെ ബന്ധുവിൻ്റെ ഭാര്യയാണ്, ചെറുപ്പമാണ്, വിധവയാണ് എന്നതുകൊണ്ട് അദ്ദേഹം ആ ലോണൊക്കെ പാസ്സാക്കി കൊടുക്കുന്നതിനൊക്കെ സഹായിച്ചു. പിന്നീട് അദ്ദേഹം ഭാര്യയുമായിട്ട് അവരുടെ വീട്ടിൽ പോയി, അവർ തിരിച്ചു വന്നു. അങ്ങനെ അവർ വളരെ തിക്ക് ഫാമിലി ഫ്രണ്ട്സായി. അപ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിലെ ഹോൾഡൊക്കെ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കഥാനായകൻ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു രക്ഷകനായി എന്ന് പറയാം. അപ്പോൾ ആണ് അദ്ദേഹത്തിന് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുക്കളുടെ വീട്ടിൽ വെച്ച് ഒരു കാര്യം അറിയാം. അതായത് ഒരു പുരോഹിതൻ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി കൂടെ വീട്ടിൽ വരുന്നത് ഒരു പരദൂഷണത്തിനൊക്കെ സബ്ജക്റ്റായിട്ട് വരുന്നു. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ അതൊന്ന് സൂചിപ്പിക്കണം. ഭർത്താവില്ലാത്തൊരു പെൺകുട്ടിയാണ്, യാഥാസ്ഥിക സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സ്കാൻഡൽസൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കെല്ലാം ഈ കുട്ടിയോട് പറയണമെന്നുണ്ട്. അപ്പോൾ അവർക്ക് പറയാനൊരു മടി. അപ്പോൾ ഇദ്ദേഹം അടുത്ത ഒരു രക്ഷിതാവാണല്ലോ. അപ്പോൾ ഒന്ന് വാൺ ചെയ്യണം എന്ന് ജോസഫിനോട് പറയും. ജോസഫ് അത് ആ സ്ത്രീയോട് പറയും, ഇത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അവൾ ഈ കേസിൽ സാധാരണ കുട്ടികളൊക്കെ പറയുന്ന പോലെ തന്നെ എന്താണ്, അദ്ദേഹം ഒരു പുരോഹിതനാണ്, അദ്ദേഹം പ്രാർത്ഥനയുടെ കാര്യത്തിലൊക്കെ എൻ്റെ വീട്ടിൽ വരുന്നല്ലാതെ ആളുകൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അപ്പോൾ നമ്മുടെ കഥ ഞാനൊന്നും വിശ്വസിക്കുന്നില്ല, പക്ഷേ അത് ശ്രദ്ധിക്കണം. കാലം കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞു, ആ ആരോപണം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി സർക്കിൾസിൽ എവിടെ പോയാലും അങ്ങനെ ഒരു സംഭാഷണമുണ്ട്. പ്രത്യേകിച്ച് അപ്പുറത്ത് നിൽക്കുന്ന ഒരു പുരോഹിതൻ കൂടെയാണ്. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം പുരോഹിതനെ കണ്ട് സംസാരിച്ച് കളയാമെന്ന് പറഞ്ഞിട്ട് നേരെ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോയി, ആ സെമിനാരിൽ പോയി പുരോഹിതനോട് കാര്യം പറഞ്ഞു. പുരോഹിതനെ ചെന്ന് അന്വേഷിച്ചു. അപ്പോൾ പുരോഹിതൻ അവിടെ ഇല്ല. അപ്പോൾ നേരെ ഈ സ്ത്രീയുടെ വീട്ടിൽ പോയി ഒന്നുകൂടെ വാൺ ചെയ്യാം എന്ന് വിചാരിച്ച് ചെന്നപ്പോൾ അവിടെ പുരോഹിതനുണ്ട്. അദ്ദേഹം രാത്രി തന്നെ അവിടെ ഞാൻ താമസിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇങ്ങനെ രംഗത്ത് ചെയ്യുന്ന പോലെ അദ്ദേഹം പൊട്ടിത്തെറിച്ചിട്ട് നിനക്ക് മാന്യമര്യാദയായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിച്ചാൽ മതി, എങ്കിലേ ഞങ്ങളുടെയൊക്കെ സഹായം നിനക്കുണ്ടാവും. അല്ല, ഈ മനുഷ്യൻ നിനക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ പൗരോഹിത്യമൊക്കെ അങ്ങനെയാണല്ലോ അത് ചെയ്യേണ്ടത്. ഉപേക്ഷിച്ച് വന്നിട്ട് നിന്നെ കല്യാണം കഴിച്ച് ജീവിക്കണം, അല്ലാതെ സമൂഹത്തിന് ചേരാത്ത ഈ രീതി കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചൂടായി. ആ പുരോഹിതൻ എന്ത് ചെയ്തു, ഈ പെൺകുട്ടിയെയും 2 കുട്ടികളെയും കൂടെ കാർ കയറ്റി ഒറ്റ പോകാൻ പോയി. അപ്പോൾ ഇദ്ദേഹം തീരുമാനിച്ചു ഇനി ഈ കുടുംബമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. അങ്ങനെ അദ്ദേഹം തിരിച്ച് വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, നമുക്കിനി ഇടപെടാൻ പറ്റുന്ന കേസല്ല, നമ്മൾ ഇടപെടണ്ട. പക്ഷേ സംഭവം അതല്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പോലീസിൽ പരാതി കൊടുത്തു, ഈ മാനേജർ എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. നമുക്ക് ഇങ്ങനൊരു കേസ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുമ്പോൾ ഒരു പുരുഷൻ, അത് അപ്പുറ സൈഡിലെ പുരുഷനായിരിക്കുമല്ലോ, ആ പുരുഷൻ തികച്ചും നിസ്സഹായനാണ്. ഇവിടുത്തെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് എത്ര നിഷ്കളങ്കനായ പുരുഷനാണെങ്കിലും അയാളെ സഹായിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള നിയമങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ നിയമങ്ങളെക്കുറിച്ച് വലിയ അറിവുള്ള ആളുകൾ ഉണ്ടാക്കി വെച്ചിരുന്ന നിയമങ്ങളാണ്. എന്തായാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലൊക്കെ വലിയ പ്രശ്നമായി. പക്ഷേ അദ്ദേഹം ഇത് വിട്ടില്ല. അദ്ദേഹം ഈ കേസ് വളരെ ശക്തമായിട്ട് വാദിച്ചു മാത്രമല്ല അദ്ദേഹം DGP ചെന്ന് കണ്ട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ DGP സംശയദൃഷ്ടിയോടുകൂടിയാണ് ആദ്യം കണ്ടത്. പക്ഷേ അദ്ദേഹം ഈ നർക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്താൻ പറ്റുമെന്ന് ചോദിച്ചു. അതായത് ലൈ ഡിറ്റക്ടർ വെച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻസിലൂടെ ബ്രെയിനിൽ കൊടുത്തിട്ട് അയാൾ സത്യം മാത്രമേ ആണോ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഏത് ടെസ്റ്റിനും ഞാൻ തയ്യാറാണ്. അങ്ങനെ അദ്ദേഹത്തെ നാർക്കോ അനാലിസിസ് നടത്തിയപ്പോൾ വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു, ഇയാൾ പറയുന്നത് വളരെ സത്യമാണ്, ആ പെൺകുട്ടി പറഞ്ഞ മുഴുവൻ നുണയാണ്. അപ്പോൾ പോലീസ് അന്വേഷണം രീതി മാറ്റി ആ പുരോഹിതനെ ചോദ്യം ചെയ്തു. അപ്പോൾ കുറേ തെളിവുകൾ വന്നു. പിന്നെ ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ ആ പെൺകുട്ടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എന്താണ്, ആ പുരോഹിതൻ പറഞ്ഞ അനുസരിച്ചിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ കള്ളക്കേസ് കൊടുത്തത്. നോക്കൂ, ഒരു വനിതാ ദിനം ഇവിടെ കടന്നു പോവും മാർച്ച് 8-ന്.
അപ്പോൾ എല്ലാ ചാനലുകാരും പേപ്പറുകാരും എല്ലാ വീക്കിലുകളും ഭയങ്കരമായിട്ട് ആഘോഷിക്കും. കാരണം ഒരു സ്ത്രീയുടെ ദിവസമാണ്. എന്നാൽ നവംബർ 19-ാം തീയതി ഒരു ദിവസമുണ്ട്, അത് അഖില ലോക പുരുഷ ദിനമാണ്. ഒരു വരി പോലും പത്രങ്ങൾ പുരുഷന് വേണ്ടി എഴുതുന്നില്ല എന്നുള്ളൊരവസ്ഥ. അപ്പോൾ നിയമം എന്ന് പറയുമ്പോൾ അത് പുരുഷനായാലും സ്ത്രീയായാലും ഏത് ജാതിയായാലും ഏത് പണക്കാരനായാലും പാവപ്പെട്ടവനായാലും പണ്ഡിതനായാലും പാവനായാലും നിയമത്തിൻ്റെ കണ്ണിൽ ഒരിക്കലും ഒരു വർഗത്തോട് ഒരു പ്രത്യേകത കാണിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് നിയമമല്ല. ഇന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭയങ്കര ആവേശത്തിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളിൽ പലതിനും ഒരു യുക്തിയുമില്ലാത്ത രീതിയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നിയമസഭ ഉണ്ടാക്കിയ നിയമസഭയുടെ നിയമങ്ങൾ ഉണ്ടാക്കിയ നമ്മുടെ പാർലമെൻറ്റിലെ നിയമങ്ങൾ ഉണ്ടാക്കിയ അംബേദ്കറിനെ പോലുള്ള ബുദ്ധിരാക്ഷസന്മാരുടെ പിന്നീട് വന്ന തലമുറകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു നിയമം ഒന്നി ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളയുടെ പുറത്ത് എന്ന മട്ടിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് സമൂഹം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അകൽച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറേ കാലം കഴിയുമ്പോൾ ഈ നിയമങ്ങളെല്ലാം ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഒരാണും ഇവിടെ കല്യാണം കഴിക്കുന്നില്ല കല്യാണം കഴിക്കില്ല എന്നുള്ളൊരു അവസ്ഥയിൽ വരെ നിയമങ്ങൾ കൊണ്ടെത്തിച്ചേരും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പുനർചിന്തനം ചെയ്യേണ്ടതും ആവശ്യമില്ലാത്ത നിയമങ്ങളൊക്കെ മാറ്റേണ്ടതും ഒക്കെ വളരെ അത്യാവശ്യമാണ്. സ്ത്രീയെ രക്ഷിക്കാനായിട്ട് പോകുന്ന ആ ഒരു ആവേശത്തിൽ പുരുഷനെ ഏതെല്ലാം തരത്തിൽ വേദനിപ്പിക്കാമോ ആ തരത്തിലെല്ലാം വേദനിക്കുകയും അവമാനിക്കുകയും ചെയ്യുന്ന നിയമങ്ങളാണ് ഇപ്പോൾ പലതുമുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ആവേശമെല്ലാം വിട്ടിട്ട് വളരെ യുക്തിയുക്തമായി ചിന്തിക്കുകയും പുരുഷനെയും സ്ത്രീ ഒരുപോലെ കാണുകയും ചെയ്യുന്നൊരു സമൂഹം ഉണ്ടാവണം. ആ സമൂഹം ഉണ്ടാവണമെന്ന് വീട്ടമ്മയിലാണല്ലോ നമ്മൾ പറയേണ്ടത്. അതുകൊണ്ട് പറയുന്നു, ഗുഡ് ഈവനിങ്. നല്ലൊരു ചിന്തയോടെ നമുക്കിന്ന് സായനത്തിലേക്ക് പ്രവേശിക്കാം. സ്വാമി അശ്വരുന്നാളി സൈനിങ് ഓഫ്. ഗുഡ് ഈവനിങ്.